സിംഹരാജനും മാൻകുഞ്ഞും. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നായാട്ടിന് പോയാലോ? സിംഹത്തിൻ്റെ ചോദ്യം കേട്ടപ്പോൾ തന്നെ കുറുക്കന് സൂത്രം പിടികിട്ടി. മഹാരാജാവിനിപ്പോൾ പഴയ പോലൊന്നും ഓടാൻ കഴിയുന്നില്ല. വയസ്സായി. ഒറ്റയ്ക്ക് വേട്ടയാടിയാൽ മുയൽക്കുഞ്ഞിനെപ്പോലും കിട്ടില്ല. അതാ ഈ സ്നേഹം. രാജാവല്ലേ, എതിർക്കാതിരിക്കുന്നതാണ് ബുദ്ധി. ആവാമല്ലോ, നമ്മളെല്ലാവരും മാംസം കഴിക്കുന്നവരല്ലേ. കുറുക്കൻ മഹാരാജാവിനെ പിന്തുണച്ചു. അങ്ങനെ സിംഹവും കടുവയും പുലിയും കുറുക്കനും ചെന്നായയും ഒരുമിച്ച് നായാട്ടിനിറങ്ങി. ആദ്യം അവരുടെ വലയിൽപ്പെട്ടത് ഒരു മാൻകുഞ്ഞായിരുന്നു. നല്ല ചന്തമുള്ള പുള്ളിമാൻ. കൊമ്പ് മുളച്ചു വരുന്നതേയുള്ളൂ. നല്ല രുചിയായിരിക്കും. പുലി പറഞ്ഞു. എങ്ങനെയാണ് പങ്കുവെക്കേണ്ടതെന്ന് വേട്ടക്കാർ തമ്മിൽ തമ്മിൽ തർക്കിക്കുമ്പോഴാണ് മാൻകുഞ്ഞിൻ്റെ കരച്ചിൽ. അയ്യോ, എനിക്ക് വിശക്കുന്നേ, വല്ലതും തിന്നാൻ തായോ. ഇത് കേട്ട് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചു. നീ ഞങ്ങളുടെ ഇരയാണ്. ഞങ്ങൾക്ക് വിശന്നതുകൊണ്ടല്ലേ നിന്നെ പിടിച്ചത്. സിംഹം പറഞ്ഞു. അതെ, ശരിയാ, എല്ലാവരും ഏറ്റുപറഞ്ഞു. അയ്യോ, സത്യമായിട്ടും എനിക്ക് വിശക്കുന്നുണ്ട്. മാൻകുഞ്ഞ് ശാഠ്യം പിടിച്ച് ഉറക്കെ കരഞ്ഞു. ശല്യമായല്ലോ, വിശക്കുന്ന ജന്തുവിനെ തിന്നാൽ നമ്മുടെ വിശപ്പ് മാറില്ല. ആരെങ്കിലും പോയി ഇതിന് തിന്നാൻ വല്ലതും കൊണ്ടുവരൂ, സിംഹരാജൻ കൽപ്പിച്ചു. മാൻകുഞ്ഞ് സിംഹരാജനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. സിംഹരാജൻ്റെ മനസ്സിൽ സ്നേഹത്തിൻ്റെ നീരുറവ പൊടിഞ്ഞു. സിംഹം മാനിനെ ഒറ്റയ്ക്കു തിന്നും. നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെയാകും. കടുവയും ചെന്നായയും പാറപ്പുറത്ത് നഖമുരച്ചു മുരണ്ടു. ഇവൾ കുഞ്ഞല്ലേ, നമുക്ക് ഇവളെ വളർത്താം. സിംഹം വാത്സല്യത്തോടെ മാൻകുഞ്ഞിൻ്റെ പുറത്ത് തലോടി. സിംഹരാജനോട് മറുത്തു പറയാൻ ആർക്കും ധൈര്യം വന്നില്ല. മാൻകുഞ്ഞ് ആശ്വാസത്തോടെ സിംഹത്തിൻ്റെ കഴുത്തിലെ നീണ്ട രോമങ്ങൾക്കിടയിൽ മുഖം ചേർത്ത് കിടന്നു. മാൻകുഞ്ഞിന് അതിൻ്റെ അമ്മയെ ഓർമ്മ വന്നു. കഥ വായിച്ചല്ലോ, ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തി എഴുതാം. കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരെല്ലാം? ഉത്തരങ്ങൾ: സിംഹരാജൻ, മാൻകുഞ്ഞ്, കടുവ, പുലി, കുറുക്കൻ, ചെന്നായ. വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചതെപ്പോൾ? വിശക്കുന്നേ, വല്ലതും തിന്നാൻ തായോ എന്നു പറഞ്ഞു മാൻകുട്ടി നിലവിളിച്ചപ്പോഴാണ് വേട്ടക്കാർ കൂട്ടത്തോടെ പൊട്ടിച്ചിരിച്ചത്. കഥയിൽ നിന്നും കൂടുതൽ ചോദ്യങ്ങൾ കണ്ടെത്തി ചോദ്യപ്പയറ്റ് നടത്താം. സിംഹവും കൂട്ടുകാരും ഒരുമിച്ച് പോയത് എന്തിനു വേണ്ടിയാണ്? അവരുടെ വലയിൽ ആദ്യം പെട്ടത് ആരായിരുന്നു? ആര് കൊടുത്ത ഭക്ഷണമാണ് മാൻകുട്ടി കഴിച്ചത്? ഇവൾ കുഞ്ഞല്ലേ, നമുക്കിവളെ വളർത്താം എന്നു പറഞ്ഞതാര്? അഭിനയിക്കാം. ഉത്സവമേളത്തിനെത്തിയ ജീവികൾ എങ്ങനെയാവാം വന്നത്? അഭിനയിക്കാം. നിർമ്മിക്കാം. പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപം ഉണ്ടാക്കാം. അധ്യാപകരുടെയോ രക്ഷകർത്താക്കളുടെയോ സഹായത്തോടുകൂടി പേപ്പർ ഉപയോഗിച്ച് മൃഗങ്ങളുടെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പഠിക്കാം. വായിക്കാം. കുഞ്ഞിയുടെ കരച്ചിൽ. മ്യാവ് മ്യാവ്. കുഞ്ഞിപ്പൂച്ചയുടെ കരച്ചിലല്ലേ കേൾക്കുന്നത്? അവൾ എന്തിനാവും കരയുന്നത്? അമ്മയോട് ചോദിക്കാം. എനിക്കറിയില്ല, അമ്മ പറഞ്ഞു. എന്നാൽ അച്ഛനോട് ചോദിക്കാം. അച്ഛാ, അച്ഛാ, എന്തിനാണ് കുഞ്ഞി കരയുന്നത്? ജോലിക്കിടയിൽ അച്ഛൻ പറഞ്ഞു. എനിക്കറിയില്ല. ഇനി ആരോട് ചോദിക്കും? ചേട്ടനോട് ചോദിച്ചാലോ? കുഞ്ഞിപ്പൂച്ച എന്തിനാ ചേട്ടാ കരയുന്നത്? ചേട്ടൻ ദേഷ്യത്തോടെ കണ്ണുരുട്ടി. ഇനി എന്ത് ചെയ്യും? കുഞ്ഞിയോട് തന്നെ ചോദിക്കാം. പിന്നാമ്പുറത്തെ വിറകുകെട്ടുകൾക്കിടയിലാണവൾ. കുഞ്ഞി, നീ എന്തിനാ കരയുന്നത്? വിശന്നിട്ടാണോ? മ്യാവ്. അവൾ തലയാട്ടി. മ്യാവ് മ്യാവ്. കുഞ്ഞി കരയുന്നത് എന്തിനാണെന്ന് അവളോട് തന്നെയായിരുന്നു ആദ്യം ചോദിക്കേണ്ടിയിരുന്നത്. കാട്ടിലൊരു ഉത്സവമേളം. മന്ദാരക്കാട്ടിൽ ഉത്സവമാണ്. കാട്ടിലെ ജീവികളെല്ലാം
ഉത്സവത്തിനൊത്തുകൂടി. ഒപ്പം നാട്ടിൽ നിന്നും അയൽക്കാടുകളിൽ നിന്നും പക്ഷികളും മൃഗങ്ങളും മറ്റു ജീവികളും വിരുന്നിനെത്തി. കൊട്ടും കുരവയും കേട്ടുവല്ലോ, ആട്ടവും പാട്ടുമാണിന്നു കാട്ടിൽ. ചില്ലതൻ തുഞ്ചത്തു തൂങ്ങിയാടി കുഞ്ഞൻ കുരങ്ങനും യാത്ര പോയി. കുമ്പയും തുമ്പിയും കൊമ്പുമായി ചിഹ്നം വിളിച്ചു കൊണ്ടാന പോയി. ചാടിക്കുതിച്ചു പോയി ചെമ്പൻ മുയൽ, പാറിപ്പറന്നു പരുന്തുപോയി. ചേരയും മണലിയും ഇഴഞ്ഞുപോയി, കാട്ടെലി മണ്ണും തുരന്നുപോയി. പുള്ളിമാൻ തുള്ളിത്തെറിച്ചുപോയി, പുള്ളിപ്പുലികൾ പതുങ്ങി നീങ്ങി. കാട്ടിലിന്നാട്ടവും പാട്ടുമുണ്ടേ, കൂട്ടരേ നമ്മളും പോകയല്ലേ.